ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ ഡേ 20-ൽ പഠിക്കാനുള്ള കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വിത്തിനുള്ളിലെ ജീവൻ, മണ്ണിൽ പൊന്നു വിളയിക്കാം എന്നീ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PSC റിപ്പീറ്റ് ചെയ്യുന്ന കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ്? നെല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള. കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യവിളയും ഏത് തന്നെയാണ്? നെല്ല് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യ വിള. കേരളത്തിലെ മുഖ്യ ആഹാരവും ഏതാണ്? അരിയാണ് കേരളത്തിലെ മുഖ്യ ആഹാരം. കേരളത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി. കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി ഏതാണ്? മുണ്ടകൻ കൃഷിയാണ്. അപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും 3 രീതിയിലുള്ള നെൽകൃഷി രീതികളാണ് ഉള്ളത്. 3 ടൈപ്പിലുള്ള നെൽകൃഷി രീതികളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ഏതെല്ലാമാണ്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവയാണ് കേരളത്തിലെ പ്രധാന നെൽകൃഷി രീതികൾ. വിരിപ്പ് എന്ന് പറയുന്നത് ശരത്കാല കൃഷിയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവിറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കുന്ന ശരത്കാല കൃഷിയാണ് വിരിപ്പ് എന്ന് പറയുന്നത്. മുണ്ടകൻ എന്ന് പറയുന്നത് ശീതകാല കൃഷിയാണ്. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വിളവിറക്കുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വിളവെടുക്കുന്നത്. ശീതകാല കൃഷിയാണ് ഏതെന്ന് പറയുന്നത്? മുണ്ടകൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുണ്ടകനാണ് കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി എന്ന് പറയുന്നത്. ഇനി പുഞ്ച വേനൽക്കാല കൃഷിയാണ്. വേനൽക്കാല കൃഷി വിളവിറക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലും വിളവെടുക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുമായിട്ടാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി ഏതാണ്? മുണ്ടകൻ കൃഷി. വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ. വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം ഏതാണ്? സുവർണയാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം ഏതാണ്? കവുങ്ങിൻ പൂത്താലയാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മെയിനായിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം KS എക്സാമിന് വേണ്ടിയിട്ട് പുതിയ കാറ്റഗറി തന്നെ ലോഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ LP UP എക്സാമിന് വേണ്ടിയിട്ട് ഒരു 180 ഡേ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് ഏപ്രിൽ 6 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമി തുടങ്ങിയ സമയത്തുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് മാർച്ച് 21 55 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് മാർച്ച് 23 ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. SCERT മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാച്ച് കോഴ്സസ് ഉണ്ട്. അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. 10th ലെവൽ പ്രിലിംസിനും ബാച്ച് കോഴ്സ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നേടാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. KS എക്സാം പ്രിലിംസ് ആൻഡ് മെയിൻസ് ഫോക്കസ് ചെയ്തിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ 3, 10, 17, 24 എന്നീ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നടക്കുന്നുണ്ട്. വിന്നേഴ്സിന് പ്രൈസസും കിട്ടുന്നതാണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഈ കവുങ്ങിൻ പൂത്താല തന്നെയാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം കവുങ്ങിൻ പൂത്താലയാണ്. അതുപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനവും ഏത് തന്നെയാണ്? കവുങ്ങിൻ പൂത്താലയാണ്. കേരളത്തിൽ നെൽകൃഷിയുടെ വിസ്തൃതിയിലും ഉൽപാദനത്തിലും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയാണ്. 2ാം സ്ഥാനം ഏതാണ്? ആലപ്പുഴ ജില്ലയ്ക്കാണ് 2ാം സ്ഥാനം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. 2ാമത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തില് ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയും പാലക്കാട് തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയും ഏത് തന്നെയാണ്? പാലക്കാട്.
2018 പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖല പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി എന്ന പദ്ധതി. ഓക്കെ. ഇനി കേരളത്തില് ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനത്തിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ ഏഴോം നെല്ലിനമാണ്. ഏതാണ്? ഏഴോം നെല്ലിനം. അപ്പൊ കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏത്? ഏഴോം നെല്ലിനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള ഏത്? തെങ്ങാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള. രണ്ടാം സ്ഥാനം റബ്ബറുമാണ്. ഒന്നാം സ്ഥാനം തെങ്ങ്, രണ്ടാം സ്ഥാനം റബ്ബർ. കേരളത്തിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? അത് കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. ഇനി ലക്ഷദ്വീപ് ഓർഡിനറി മൈക്രോ എന്നിവ തെങ്ങിനങ്ങളാണെന്ന് ഓർക്കുക. SCERT ഉള്ളതാണ് ഈ ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ലക്ഷദ്വീപ് ഓർഡിനറി മൈക്രോയും എന്താണ്? തെങ്ങിനങ്ങളാണ്. ഓക്കെ. അതുപോലെ മലയൻ ഡോർഫ് ചോദിച്ചിട്ടുണ്ട്. മലയൻ ഡോർഫ്, കൊച്ചിൻ ചൈന എന്നിവയും എന്താണ്? അതും തെങ്ങിനങ്ങളാണ്. അപ്പൊ ലക്ഷദ്വീപ് ഓർഡിനറി മൈക്രോ എന്നിവ തെങ്ങിനങ്ങളാണ്. മലയൻ ഡോർഫ്, കൊച്ചിൻ ചൈന എന്നിവ എന്താണ്? അതും തെങ്ങിനങ്ങളാണ്. ഇനി SCERT പറഞ്ഞിരിക്കുന്ന 3 സങ്കര ഇനത്തിലുള്ള തെങ്ങിനങ്ങളെ പറ്റി പറയാം. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. പിക്ചർ അടക്കം SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഈ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിന്റെയും രണ്ടിന്റെയും കൂടി ഒരു സങ്കര ഇനം, അല്ലെങ്കിൽ രണ്ടും കൂടി ക്രോസ് ചെയ്തിട്ടാണ് ഏത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്? ചന്ദ്രലക്ഷ എന്ന തെങ്ങിനം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. അപ്പൊ ചാവക്കാട് ഓറഞ്ചിന്റെയും ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഒരു ഹൈബ്രിഡ് വെറൈറ്റി രണ്ടും കൂടെ ചേർന്നതാണ് ഇത് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്. ഇനി ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. ഏതാണ്? ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും. ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തവും. ഇത്രയും ഒന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ് നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ് നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കായംകുളത്താണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം. അപ്പൊ നാളികേര വികസന ബോർഡ് കൊച്ചിയിൽ, നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരത്ത്, കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കായംകുളത്തുമാണ്. തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനമാണ് ചാവക്കാട് പച്ചക്കുള്ളൻ. അപ്പൊ തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാവക്കാട് പച്ചക്കുള്ളനാണെന്ന് ഓർക്കുക. ലോക നാളികേര ദിനം എന്ന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. ഇപ്പൊ കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിളയാണ് മരിച്ചീനി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള ഏതാണ്? മരിച്ചീനിയാണ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ്. ഇനി കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പാലക്കാട് ജില്ലയിലെ മുതലമടയാണ് കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയും ഏത് തന്നെയാണ്? ഇടുക്കിയാണ് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ.
നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. ഏതാണ്? കേരഗ്രാമം എന്ന പദ്ധതി. നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? കേരഗ്രാമം പദ്ധതി. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എറണാകുളം ജില്ലയിലെ ഐരാപുരമാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എവിടെയാണ്? ഐരാപുരം, എറണാകുളം. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയവും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനവും കോട്ടയം തന്നെയാണ്. അപ്പൊ റബ്ബർ ബോർഡിന്റെയും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. ഇനി കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് VFPCK. VFPCKയുടെ ഫുൾ ഫോം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് VFPCK എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. അപ്പൊ കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഡോക്ടർ തോമസ് ഐസക് എഴുതിയ ഗ്രന്ഥമാണ് കേരളം മണ്ണും മനുഷ്യനും. കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ തോമസ് ഐസക് ആണ്. കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കേരള കർഷകൻ. അപ്പൊ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയുടെ പേരെന്താ? കേരള കർഷകൻ എന്നാണ്. ഇനി മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയുടെ പേരാണ് കർഷകശ്രീ. കർഷകശ്രീ എന്നത് മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയുടെ പേരാണ്. ഓക്കെ. ഇനി ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ഇത് നിലവിൽ വരുന്നത്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനവും ലാറ്ററൈറ്റ് ആണ്, ചെങ്കൽ മണ്ണ്. ഓക്കെ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് ഓർക്കുക. തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ്. ഏതാണ്? ഇടുക്കിയും വയനാടുമാണെന്ന് ഓർക്കുക. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത്? റിപ്പീറ്റിംഗ് ചോദ്യമാണ്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം അത് കുരുമുളകാണ്. ഏതാണ്? കുരുമുളക്. കൊക്കോ കൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. കൊക്കോ കൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അപ്പൊ മരിച്ചീനി കൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? അത് തിരുവനന്തപുരമാണെന്ന് ഓർക്കുക. തേയില, കുരുമുളക്, വെളുത്തുള്ളി, ഏലം, ചന്ദനം, ഗ്രാമ്പു, കറുവാപ്പട്ട, കരിമ്പ്. ഒന്നുകൂടെ ഓർക്കുക. തേയില, കുരുമുളക്, വെളുത്തുള്ളി, ഏലം, ചന്ദനം, ഗ്രാമ്പു, കറുവാപ്പട്ട, കരിമ്പ്, അതുപോലെ കൊക്കോ. ഈ കൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കിയാണെന്ന് ഓർക്കുക. ഇനി കൈതച്ചക്ക കൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. ഏതാണ്? എറണാകുളം. കാപ്പി, ഇഞ്ചി എന്നീ കൃഷികളിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് വയനാട്. കാപ്പി, ഇഞ്ചി എന്നീ കാർഷിക വിള ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? വയനാടാണെന്ന് ഓർക്കുക. പുകയിലയും അടയ്ക്കയും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. പുകയില, അടയ്ക്ക, കാസർഗോഡ്. പുകയില, അടയ്ക്ക, കാസർഗോഡ്. ഓക്കെ. മികച്ച കർഷകന് നൽകുന്ന കാർഷിക ബഹുമതിയാണ് കർഷകോത്തമ. കർഷകോത്തമ കേരള സർക്കാർ നൽകുന്നതാണ്. മികച്ച കർഷകന് നൽകുന്ന കാർഷിക ബഹുമതിയാണ് എന്ന് പറയുന്നത് കർഷകോത്തമ. ഇനി മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്നത് കർഷക തിലകമാണെന്ന് ഓർക്കുക. കർഷക തിലകം. കർഷക തിലകം. മികച്ച കൃഷി ഓഫീസർക്ക് നൽകുന്ന കാർഷിക ബഹുമതിയാണ് കർഷക മിത്ര. മികച്ച കൃഷി ഓഫീസർക്ക് നൽകുന്ന കാർഷിക ബഹുമതി ഏതാണ്? കർഷക മിത്രയാണ്. മികച്ച കർഷക തൊഴിലാളിക്ക് നൽകുന്ന കാർഷിക ബഹുമതിയാണ് ശ്രമശക്തി. ഏതാണ്? ശ്രമശക്തി. മികച്ച കൃഷി ശാസ്ത്രജ്ഞന് നൽകുന്ന കാർഷിക ബഹുമതിയാണ് കൃഷി വിജ്ഞാൻ. കൃഷി വിജ്ഞാൻ. ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകി വരുന്ന ബഹുമതിയാണ് കൃഷി പണ്ഡിറ്റ്. ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകി വരുന്ന ബഹുമതി ഏതാണ്? കൃഷി പണ്ഡിറ്റ് ആണ്. ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ പാമ്പാടുംപാറയിലാണ്. ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് ഇടുക്കി ജില്ലയിലെ
മയിലാടുംപാറയിലാണെന്ന് ഓർക്കുക. ഇടുക്കി ജില്ലയിലെ മയിലാടുംപാറ. ഓക്കെ. കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ്. കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? എറണാകുളം ജില്ലയിലെ വാഴക്കുളം. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ. ഇനി നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയെല്ലാമാണ് സ്ഥിതി ചെയ്യുന്നത്? വൈറ്റില, കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്. വൈറ്റില, കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്. ഓക്കെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാം PSC റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടുന്നതാണ്. ഓക്കെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്